എന്നാടാ നീ എവിടെ ചെയ്യണേ? കണ്ണീന്നൊക്കെ ചോര വരുന്നവരാ നീ? അതല്ല, ഇത് വേറെന്തോ ആണ്. ഇമോഷണൽ സീനാണെന്ന് തോന്നുന്നു. എടാ ഞരമ്പൊട്ടി പോടാടാ. ഇതിനോടാ ഇങ്ങനെ കടന്ന് മുക്കണത് നീ? ഇവൻ കടന്ന് മുക്കണിട്ട് എനിക്ക് ശ്വാസം മുട്ടണം. ദയവേത് ഇതാരും വീട്ടിൽ അനുകരിക്കരുത്, അടപ്പ് തെറിക്കും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. എടാ കഴിഞ്ഞ ദിവസം നമ്മുടെ ആളൂർ വക്കീല് മരിച്ചായിരുന്നു. ആൾക്കാർക്കൊക്കെ എന്ത് സന്തോഷമാടാ. ആദ്യമായിട്ടാണ് ഒരാൾ മരിച്ചതിൽ ആൾക്കാർ ഇത്രത്തോളം സന്തോഷിക്കുന്നത് കാണുന്നത്. കമന്റ് ബോക്സിലൊക്കെ തള്ളക്കി വിളി ആഘോഷം. ഈ തക്കാളി കാരണം ഒരുപാട് പേർക്ക് നീതി ലഭിക്കാതെ പോയിട്ടുണ്ട്. ഈ മരണം കൊണ്ട് അവരെങ്കിലും സന്തോഷിക്കട്ടെ. അന്തരിച്ചുവല്ല, ചത്തു, അത്രയൊക്കെ മതി. വലിയ അലങ്കാരമൊന്നും വേണ്ട. അമ്മേനെ തല്ലിയാലും രണ്ടഭിപ്രായമുണ്ട്. ഇവന്റെ കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ട്. പ്രളയത്തിന് ശേഷം മലയാളികളെ ഇത്രയും ഒത്തൊരുമിച്ച് കാണുന്നത് ഇപ്പോഴാ. എന്തൊക്കെ പറഞ്ഞാലും ഒരാളുടെ മരണത്തിൽ നമ്മൾ മലയാളികൾ ഇത്രത്തോളം സന്തോഷിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ഉണ്ടായിരിക്കുമല്ലേ. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് ആൾക്കാർക്ക് ഇത്രത്തോളം സന്തോഷം തരുന്ന ഒരു മരണ വാർത്ത. സംഗതി ഒരു വിധത്തിൽ നോക്കിയാൽ പുള്ളിക്കാരന്റെ ജോലിയാണ് ചെയ്തിരിക്കുന്നത്. അയാൾ പഠിച്ച പണിയല്ലേ അയാൾക്ക് ചെയ്യാൻ പറ്റൂ. പക്ഷെ ചെയ്ത പണി എത്തി കുറച്ച് റോങ് ആയിപ്പോയെന്ന് മാത്രം. ഞാൻ കൂടുതൽ പറഞ്ഞ് വൈറ്റ് വാഷ് അടിക്കണതല്ല. നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ കുറച്ചുകൂടെ കടുക്കണം. നിയമത്തിൽ ഈ ഒതളങ്ങി കണക്കത്തെ ഓട്ടം അടക്കുമ്പം ഇനി ഇതുപോലത്തുള്ള ആളൂർമാരെ എവിടെ നിന്നെങ്കിലൊക്കെ കുറ്റിയും പറിച്ച് വരും. എന്തായാലും മരിച്ചുപോയ ഒരാളെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പറയാനുള്ളതൊക്കെ ആൾക്കാർ പുള്ളിയുടെ ന്യൂസിന്റെ ഇടയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളും പറയും. കണ്ണം കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റൈലാണെന്ന് തോന്നുന്നല്ലോടാ. വാർന്ന് വെച്ചാൽ നന്നായി. മൂക്കില്ല പ്ലഗ് കുത്തി വെച്ചിട്ടുണ്ട്. ഏതൊരു ശ്വാസം പോകുന്ന നോക്കിയായിരുന്നു ഞാൻ. ആ ഹീറ്റർ തിരികെ മൂട്ടിക്കായിരുന്നു മുമ്പ് വണ്ടി അറ. നെക്സ്റ്റായിട്ട് ഗസ്റ്റ് റോളിൽ വരാനൊരു അവസരം കിട്ടിയിരുന്നെങ്കിൽ ആരും അറിയാണ്ട് ഞാൻ കൊന്നു. പൂരി എവിടെ ഇരിക്കണ്? എന്നാലും പറയുമ്പോ ആ പൂരി ഇന്നൂല്ല. പൈസ ഒക്കെ ആണോ? എന്നാടാ നീ 500 എടുത്ത് കഴിക്കാത്തെ? അവനറിയാം 10 പോലെ അല്ല 500. അപ്പൊ ആ 10 പോലും വിഴുങ്ങിറക്കില്ലെന്നാണ് എന്റെ ഒരു ഇത്. പുള്ളിക്കാരന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കണ്ടിട്ട് ഒരു മില്ലിന്റെ അന്തരീക്ഷമൊക്കെ കാണുന്നുണ്ട്. ഇന്ന് അരിയും പൊടിക്കുന്നില്ല, ഒരു പൊടിക്കുന്നില്ല. എന്തായാലും ഇത്രയും ആപ്റ്റായിട്ടുള്ള സ്റ്റെപ്പ് ആ പാട്ടി പോലെ ഉണ്ടെന്ന് തോന്നണില്ല. കൊള്ളാം, നൈസ്. നിന്റെ മോന്തന്ത്രം എങ്ങനെ ഇരിക്കണ? എടാ ശരിക്കും ഇവന്റെ മോന്ത എങ്ങനെയൊന്നും അല്ല കേട്ടാ. ഇതവന്റെ സ്റ്റൈലാണ്. എടാ ഞാൻ വയ്യാത്ത ഇറങ്ങനെ കളിയാക്കിയെന്നൊന്നും പറയരുത്. അതവൻ സ്റ്റൈൽ കൊണ്ടാണ് അങ്ങനെ പിടിച്ചിരിക്കുന്നത്. സംശയം ഉണ്ടെങ്കിൽ ഇതുകൂടെ ഒന്ന് നോക്ക് നിങ്ങള്. ഇത്രയും നല്ല മോന്തായം വെച്ചിട്ടാണ് അവൻ കിടന്ന് കോപ്രായം കാണിക്കുന്നത്. മിക്കവാറും നോർമലി ഡെസ്മാഷ് ചെയ്തിട്ട് റീച്ച് കിട്ടുന്നുണ്ടാവൂല, അതായിരിക്കും. അക്ഷയ് അവൻ 1-ാം നമ്പർ. കൊല്ലം നാട്ടിലെങ്ങും കല്യാണമേളമായി. അക്ഷയ് ചോക്ലേറ്റ് ബോയ്, അവന് ലേഡീസ് ബോയ്. പവിത്ര ജിയസുമായി കല്യാണമായി. എടാ നിങ്ങള് കല്യാണം കുളമാക്കാൻ വേണ്ടി വല്ല കൊട്ടേഷൻ എടുക്കണതാണോ? അല്ല അറിയാൻ മേലായിട്ട് ചോദിക്കണേണ്. നാട്ടിലെ സ്ത്രീകൾക്കെല്ലാം തീരദുഃഖം നൽകി അക്ഷയ് മോനെ പ്രണയിച്ചു കെട്ടി. ആഘോഷനാളിൽ നല്ലേ അക്ഷയ് മോനെ കല്യാണം. അക്ഷയ് അവൻ 1-ാം നമ്പർ. കൊല്ലം നാട്ടിലെങ്ങും കല്യാണമേളമായി. ഇവനെ കൊണ്ട് ഇത് മര്യാദയ്ക്ക് പാടിച്ചിരുന്നെങ്കിൽ കേൾക്കാനെങ്കിലും കുറച്ച് രസം ഉണ്ടായേനെ. ഇതാ ആട്ടോട്ടോട്ട് പാട്ടും വെറുപ്പിച്ച് അവനെയും വെറുപ്പിച്ച്. ആഘോഷങ്ങൾ എന്തുമാവട്ടെ, പാട്ടുമായി ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ. നമ്പരും കൊടുത്തിട്ടുണ്ട്. കല്യാണം കുളമാക്കാനുള്ളവരെല്ലാരും കൊട്ടേഷൻ കൊടുത്തോ. ഒന്നുകിൽ ഇത് ഏതോ ശത്രുക്കൾ കൊടുക്കുന്ന പണി, അല്ലെങ്കിൽ കല്യാണം വിളിക്കാത്ത ഏതോ പരിചയക്കാരൻ. അതായവാനാണ് ചാൻസ്. അവൻ 1-ാം നമ്പർ. മണിയെടുത്ത് പോയി ഫുവാദ് കല്യാണമായി. ഫുവാദ് ഓനൊരു വായി നോക്കി. മണവാട്ടി ഷഹാന പെണ്ണിനെ സ്വന്തമാക്കി.
സുന്ദരിമാരുടെ രോമവർഷമാണ്. രോമവർഷോ? അതെന്താന്നടാ? സുന്ദരിമാരുടെ രോമവർഷമാണ്. ഇത് ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ലറാ. ഇത് എഴുതി ഉണ്ടാക്കി പാടിപ്പിക്കാൻ കൊടുക്കുമല്ലോ, അവനെ വേണം പറയാൻ. കുട്ടൂസ് കുട്ടൂസ് ഒന്നാം നമ്പർ, കൊണ്ടുള്ള കുട്ടൂസ് ഒന്നാം നമ്പർ. കുട്ടൂസ് മാരൻ ഇന്ന് മഹർ ചേർത്താൻ. അല്ലെ കുട്ടൂസ് ആശംസ മൈക്കിലൂടെ വിളിച്ച് പറയാതിരിക്കാൻ പറ്റുമോ? ഫലത്തിൽ പറയുന്നതിന് വേണ്ടില്ല. കൊണ്ടോട്ടി സാനിയ പെണ്ണിനെ സ്വന്തമാക്കി. കണ്ണൻകുട്ടി വെള്ളുണ്ണി മണിമുത്തുമായി മാറി. പൊമ്മൊക്കെയും കൂടെ ആശംസയിൽ വന്നു. ആഘോഷ നാളിന്ന് ആറ്റും പാട്ടുമായി. കുട്ടൂസ് കുട്ടൂസ് ഒന്നാം നമ്പർ. കുട്ടൂസ് കണ്ടം വഴി ഓടി. കണ്ണൻകുട്ടി വെള്ളുണ്ണി. പാട്ടിന് താളമില്ലെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്ന ബീറ്റിന് നല്ല താളമുണ്ട്. മണിമുത്തുമായി മാറി. എടാ ഈ പിള്ളേരെ റീൽസിനിടയിലൊക്കെ ഇഷ്ടം പോലെ നെഗറ്റീവ് കമന്റുകളാണ് പറഞ്ഞത്. എന്തിനാണ് അത് പാട്ടുകൾ ഈ പിള്ളേരെ കൊണ്ട് പാടിക്കുന്നത്? ആ സോന പാട്ട് കൊള്ളാം, അതിനകത്ത് ഈ വരികൾ ചേരുന്ന രീതിയിലൊന്ന് എഴുതി ചേർത്തുകൂടെ നിങ്ങൾക്ക്? ശ്രീരാഗ് അവൻ ഒന്നാം നമ്പർ. തൃശ്ശൂര് നാട്ടിലൊന്നും കല്യാണമേളം. പാട്ടിനെയും കൊന്ന് പിള്ളേർക്ക് തെറിയും കേട്ട്. അല്ല ഇതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് ഉപയോഗം ഉണ്ടോന്ന് എനിക്ക് തോന്നണില്ല. പറയാൻ പറ്റൂല, ചിലപ്പോൾ കല്യാണം മുടക്കാൻ പറ്റിയ ബെസ്റ്റ് ഐറ്റം ആയിരിക്കും ഇത്. ഇതങ്ങോട്ട് കൊണ്ട് പ്ലേ ചെയ്ത് കൊടുത്താൽ മതി. ചെറുക്കനും വേണം കണ്ണപ്പഴി ഓടും. എന്നാടാ അത് ഇഡലി പാത്രോ? പ്ലേ ബട്ടൺ കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ ഒരെണ്ണം പണിഞ്ഞ് വെക്കണം. നോക്കട്ടെ. പണ്ട് എന്നെ കണക്ക് പഠിപ്പിച്ചൊരു സാറുണ്ടായിരുന്നു. നമ്മളൊരു ഫ്രീ പീരീഡ് നോക്കിയിരിക്കുമ്പോൾ അയാൾ എവിടുന്നെങ്കിലും കയറി വരും. അടിച്ചാലും ഗുണിച്ചാലും ഉത്തരം കിട്ടാത്തൊരു ചോദ്യവും. ഇതിന്റെ കണ്ണിനാണോ കുഴപ്പം അതിന്റെ ചെവിക്കാ? എനിക്ക് ഇംഗ്ലീഷ് മലയാളം പോലെ മനസ്സിലാവുന്നു. ഉത്തരം കിട്ടൂല, പുറത്തും നിർത്തും, നാണവും കെടുത്തും. അതിന് നീ ഏത് സ്കൂളിൽ പഠിച്ചേക്കുന്നത്? എടാ ഇതൊക്കെ ഏത് യൂണിവേഴ്സിറ്റാ ഇത്? സായിപ്പണ്ണന്മാര് കൊള്ളാല്ലേ. എവരി ഗേൾ ഡ്രീം പൂ പ്ലേസ്. കക്കോസിനകത്ത് അത്തപ്പൂക്കളോട്ട് കളിക്കണടാ. അല്ല മനസ്സിലായില്ല. ഈ ബെഡ്റൂം കക്കൂസ് ബെഡ്റൂമിലോട്ടാക്കിയിട്ട് കട്ടിലിരുന്ന്. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. ഇതിലൊക്കെ ഇരുന്ന് എങ്ങനെടാ പോകാൻ തോന്നുന്നത്? എണീറ്റ് നിന്ന് തൊഴുതേക്കാം. ആത്മാർത്ഥതയുള്ള പണിക്കാരൻ, ഉറക്കത്തിലും പണിയെടുക്കുന്ന ചെക്കൻ, ഹസീബിന്റെ പണിക്കാരൻ. കഴിക്കാൻ തള്ളു. ജ്യൂസ് ഉണ്ടോ? ഏതൊക്കെ? എടാ പാവോടാ. കഴിക്കാനോ? എസ്പിയോ? ഷവർമ ഉണ്ടോ? ഷവർമ ഉണ്ടോ? അതിന് സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കൂല മൈത്താണ്ടികൾ. സിയാനെ പണിയെടുക്ക് പെട്ടെന്നേ. സംഭവം തമാശയാണെങ്കിലും ഈ ഫീൽഡിൽ വർക്ക് ചെയ്തവർക്ക് മനസ്സിലാവും ഇത്. നിങ്ങളൊക്കെ മൂഞ്ചിയാലും അവൻ രക്ഷപ്പെടും. അതത്രേ ഉള്ളൂ. അവന്റെ ഡ്യൂട്ടി സമയത്ത് അവന് നിന്ന് തിരിയാൻ സമയം കാണൂല. അവന് ഇത്തിരി സമയം റെസ്റ്റ് എടുക്കാൻ കിട്ടുന്ന സമയമാണ്. അതിനെയാണ് നിങ്ങൾ തമാശിച്ച് കുളമാക്കണത്. പറയാതെ എന്തിനും കൂടെ നിന്നവൾ മൊഴി മറന്നു പോയോ? ഇടനെഞ്ചിലായിരം കനവെറിഞ്ഞവൾ കഥ മറന്നു പോയോ? നിങ്ങൾ ഈ പുള്ളിക്കാരന്റെ വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ കണ്ടപ്പോൾ നിങ്ങൾ എന്താണ് പ്രതീക്ഷിച്ചത്? നിങ്ങൾക്ക് എന്താണ് കിട്ടിയത്? കമന്റ് ചെയ്യട്ടാ. കരിവളകൾ അവളറിഞ്ഞു, അവളുടെ കാൽപ്പാടുകൾ ഈ വഴികൾ മറയും. ഞാൻ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്തോണ്ടിരുന്നപ്പോ ട്രോളാനൊരു വകുപ്പുണ്ടെന്നും പറഞ്ഞ് കണ്ടതാണ്. സത്യം പറയാൻ ഞെട്ടിപ്പോയി. അലിയുമൊരു പാട്ടിൻ മധുകണമായി ചെറുകിഴികൾ ഇനി മെല്ലെ ചിറകുണരും. അരികിലൊരു കാറ്റിൻ
ചിറകുകളാ പ്രിയമെഴുകോമൽ കുളിരണിയും പുലരികളിൽ കൊള്ളാം ബ്രോ, അടിപൊളി. ലുക്ക് കൊണ്ട് ആരെയും വിലയിരുത്തരുത് എന്നൊക്കെ പറയുന്നത് ഇതുകൊണ്ടാണ്. എടാ, ഇതുപോലത്തെ നല്ല റീലുകൾ കിട്ടുകയാണെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്തിടാൻ കേട്ടോ. എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പുതിയൊരു ഡിസ്കോഡ് പേജും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ അതിലും ജോയിൻ ചെയ്യട്ടാ. അപ്പൊ അതുവരെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും കണ്ണൻകുട്ടി വെള്ളുണ്ണി ചേട്ടാ.